എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. ഇന്ന് സമ്പാദിവാക്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ സമ്പാദി കഴുകനാണെന്ന് നമ്മൾ കണ്ടു. ആ കഴുകൻ്റെ കാഴ്ചയെപ്പറ്റി പറഞ്ഞു. അതായത് 100 യോജന ദൂരമുള്ള രംഗാപുരി ഇങ്ങ് മഹേന്ദ്രപർവ്വതത്തിൻ്റെ താഴ്വരയിൽ നിന്ന് ആ സമ്പാദിക്ക് കാണാൻ കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ കഴുകന്മാരുടെ കാഴ്ചശക്തിക്ക് അത്രയും പവർഫുൾ ഐസൈറ്റാണ് അവർക്കുള്ളത്. നമുക്ക് ആ കഴുകനിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട് ചില കാര്യങ്ങൾ. അതായത് ഇന്നത്തെ ഈ കലിയുഗത്തിൽ മത്സരബുദ്ധിയോടെ മുന്നേറാനായി ശ്രമിക്കുന്നവരാണല്ലോ നമ്മളെല്ലാവരും. അതുപോലെ ആ കഴുകനിൽ നിന്ന് പഠിക്കാനുള്ള ഒരു 6 ലീഡർഷിപ്പ് ക്വാളിറ്റീസാണ് ഞാൻ പറയുന്നത്. ഒന്നാമത്തേതായിട്ട്, കഴുകൻ ഒറ്റയ്ക്ക് വളരെ ഉയരത്തിലാണ് സാധാരണയായി പറക്കുന്നത്. മറ്റ് പക്ഷികളുടെ കൂടെ പറക്കാറില്ല. അതുപോലെ തന്നെ പ്രത്യേകിച്ചും ചെറിയ പക്ഷികൾ. അങ്ങനെ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മെസ്സേജ്, നമ്മൾ പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും നമ്മൾ സങ്കുചിത മനസ്ഥിതിയുള്ളവരിൽ നിന്ന് അകന്ന് നിൽക്കണം. സ്റ്റേ അവേ ഫ്രം നാരോ മൈൻഡഡ് പീപ്പിൾ. ദോസ് ദാറ്റ് ബ്രിങ് യു ഡൗൺ. ഈഗിൾ ഫ്ലൈസ് വിത്ത് ഈഗിൾസ്. കീപ് ഗുഡ് കമ്പനി. ഇതാണ് ഒന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ, നല്ല കാഴ്ചശക്തി ഉള്ളവരാണ് കഴുകന്മാർ. ഏകദേശം ഒരു 5 കിലോമീറ്റർ ദൂരമുള്ള വസ്തുക്കളെ വരെ ഫോക്കസ് ചെയ്യാൻ അവർക്ക് കഴിയും. എന്തൊക്കെ പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും അത് ഫോക്കസ് ചെയ്ത് ആ ഇരയെ വിട്ടുകളയില്ല, സ്വന്തമാക്കുക തന്നെ ചെയ്യും. ഇതിലെ മെസ്സേജ് എന്താണെന്ന് ചോദിച്ചാൽ, ഈഗിളിനെ പോലെ ശ്രദ്ധാലുവാകണം. അതുപോലെ തന്നെ ആ ഫോക്കസ് ചെയ്ത ആ ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിക്കരുത് ഒരിക്കലും. നാം വിജയിക്കുക തന്നെ ചെയ്യും. വിജയിക്കും വരെ നമ്മൾ ആ ലക്ഷ്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കണം, എന്തെല്ലാം തടസ്സങ്ങൾ ഉണ്ടായാലും. ഇനി അടുത്തത്, മൂന്നാമത്തെ ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ, അവരൊരിക്കലും ഇങ്ങനെ ഈ ഡെഡായിട്ടുള്ള മരിച്ച അവരുടെ ഇരകളെ ഒന്നും തിന്നാറില്ല. മരിച്ച പക്ഷികളെയോ ജന്തുക്കളെയോ. നമുക്കറിയാം മാംസഭുക്കുകളാണ് കഴുകന്മാർ. അപ്പോൾ ആ ഫ്രഷ് ആയിട്ടുള്ള മീറ്റാണ് അവർ എപ്പോഴും തിന്നുക. അവർ കൊന്നു ഭക്ഷിക്കും. അതുപോലെ മരിക്കുന്നതിന് മുമ്പ് ഇപ്പം മുറിവ് പറ്റിയൊക്കെ കിടക്കുകയാണെങ്കിൽ അവർ കുത്തിവലിച്ച് തിന്നും. ഇനി നമുക്കുള്ള മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, നേരത്തെ നേടിയ നേട്ടങ്ങൾ ഓർത്ത് അഭിമാനിച്ചുകൊണ്ടിരിക്കാതെ വരാനുള്ളവ, അതായത് ഇനിയും നമുക്ക് ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാനുണ്ട്, ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാനുണ്ട്, ഇങ്ങനെയെല്ലാം ഓർക്കുക. അതുപോലെ തന്നെ നമ്മൾ ലീവ് യുവർ പാസ്റ്റ്, അത് ലീവ് അവർ പാസ്റ്റ് വെയർ ഇറ്റ് ബിലോങ്സ് ഇൻ ദ പാസ്റ്റ്. അതാണ് നമുക്കുള്ളത്. ഇനി നാലാമത്തെ ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ, അവർക്ക് കാറ്റ്, അതായത് ഒരു ചെറിയ കൊടുങ്കാറ്റൊക്കെ അവർക്ക് ഇഷ്ടമാണ്. വലിയ കൊടുങ്കാറ്റാണെങ്കിൽ ഈ കഴുകന്മാരെ നമ്മളെയൊക്കെ ഉയർത്തിപ്പറപ്പിച്ചു കൊണ്ടുപോകും. ചെറിയ കാറ്റ് അവർക്ക് ഇഷ്ടമാണ്. എന്തുകൊണ്ടെന്നാൽ ഈ കാറ്റിൽ മേഘങ്ങളിങ്ങനെ ഒന്നുകൂടി ഒരുമിച്ച് കൂടി ഇങ്ങനെ ഉരുണ്ട് ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ കാറ്റിനനുസരിച്ച് മൂവ് ചെയ്യുമ്പോൾ ഈ കഴുകന്മാരെല്ലാം വളരെ എക്സൈറ്റഡ് ആവും. എന്താണ് കാരണമെന്ന് വെച്ചാൽ, സാമാന്യം വലിയ കൊടുങ്കാറ്റടിക്കുമ്പോൾ ഈ കഴുകന്മാരെന്ത് ചെയ്യുന്നു വെച്ചാൽ, കാറ്റിനനുസരിച്ച് നീങ്ങുന്ന മേഘങ്ങൾക്ക് മുകളിലായിട്ട് അവയുടെ ചിറകുകളെ ഇങ്ങനെ വിശ്രമിക്കാൻ അനുവദിക്കും. ഈ മേഘങ്ങളുടെ കൂടെ ഈ കാറ്റിനനുസരിച്ച് ഇവരും പൊങ്ങി അങ്ങനെ ഉയരത്തിലേക്ക് പോകും. അപ്പോൾ അവർക്കതൊരു സന്തുലിതാവസ്ഥയിൽ ഇങ്ങനെ പോകാൻ അവരെ സഹായിക്കും. ഈ സമയം മറ്റു പക്ഷികളാവട്ടെ വൃക്ഷശിഖരങ്ങളിലും ഇലകൾക്കിടയിലും ഒക്കെ ഒളിച്ചിരിക്കുകയാവും. ഇവിടെ നമുക്കുള്ള മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, നാം അതായത് സ്ഥൈര്യത്തോടുകൂടി വെല്ലുവിളികളെ നേരിടണം. നമുക്കറിയാം, നമ്മുടെ ലൈഫിൽ പല തരം സ്ട്രെസ്സും വെല്ലുവിളികളും നേരിടേണ്ടി വരും. ആ വെല്ലുവിളികളെ നേരിടുന്നതിലൂടെ നമ്മൾ കൂടുതൽ ശക്തരാകും എന്നാണ് പറയുന്നത്. അങ്ങനെ ആ കൊടുങ്കാറ്റിന് സമാനമായ വെല്ലുവിളികൾ നമ്മയും കൂടുതൽ ശക്തരാക്കും. അതുവഴി വലിയ നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാനാകും എന്നാണ് പറയുന്നത്. ഇനി അഞ്ചാമത്തെ ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ, ഇവർ അവരുടെ കുഞ്ഞുങ്ങൾക്ക്, ഈ കഴുകന്മാർ അവരുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ട്രെയിനിങ് ആണ്. അപ്പോൾ അവർ ഇങ്ങനെ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങളായി കഴിയുമ്പോൾ ആ കൂടിനകത്ത് വളരെ മൃദുവായ ഈ തൂവലുകളും പുല്ലുകളും ഒക്കെ വെച്ച് കംഫർട്ടബിളാക്കി വെച്ചിട്ടുണ്ടാവും. പക്ഷേ കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഇതെല്ലാം എടുത്ത് വെളിയിൽ കളയും, കൂടിന് വെളിയിൽ കളയും. എന്തുകൊണ്ടെന്നാൽ കുഞ്ഞുങ്ങളെ അവർ അൺകംഫർട്ടബിൾ സോണിലാക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഇങ്ങനെ നമുക്കറിയാം, നമ്മളെ ഇരിക്കുന്ന സ്ഥലം അൺകംഫർട്ടബിൾ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവിടെ നിന്ന് വേറെ പുറത്തേക്ക് പോകാൻ ശ്രമിക്കും. അതുപോലെ തന്നെ ഇവരും പറക്കാൻ ശ്രമിക്കും, ഈ കുഞ്ഞുങ്ങൾ. അങ്ങനെ ക്രമേണ ഇവർ പറക്കുക തന്നെ ചെയ്യും. അതാണ് ഇവിടെ നമുക്കുള്ള മെസ്സേജ്. എന്താണെന്ന് വെച്ചാൽ, ലീവ് അവർ കംഫർട്ട് സോൺ. അവിടെ ഒരിക്കലും നമുക്കൊരു പുരോഗതിയും സാധ്യമാകില്ല, ഒന്നും വികസിക്കില്ല. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മൾ
അതുപോലെ ട്രെയിൻ ചെയ്യിക്കണം എന്നാണ് തോന്നുന്നു അതിൻ്റെ മെസ്സേജ്. ഇനി 6ാമത്തെ ക്വാളിറ്റി ആയിട്ട് പറഞ്ഞിരിക്കുന്നത്, ഇവർ വയസ്സാകുമ്പോൾ ഇവരുടെ ചിറകുകളൊക്കെ വളരെ ദുർബലമാകും. അപ്പോൾ അതിന് പറക്കാൻ കഴിയില്ല. പക്ഷേ അത് പ്രതീക്ഷ കൈവിടാതെ ദൂരെ എവിടെയെങ്കിലും പോയി മറഞ്ഞിരുന്നിട്ട് തൻ്റെ ആ ചിറകുകളെല്ലാം കൊക്കൊണ്ട് വലിച്ചൂരിക്കളഞ്ഞ് എല്ലാം ഊരിക്കളയും, ഒരു തൂവല് പോലും ഇല്ലാതെ. അത് കഴിഞ്ഞ് അവസാനം ഈ പാറയിലൊരച്ച് കയ്യിലുള്ള നഖങ്ങളും അതുപോലെ തന്നെ ചുണ്ടും എല്ലാം പാറയിലൊരച്ച് ഒന്നുമില്ലാത്ത അവസ്ഥയിലായി തീരും. അത് വളരെ ഇങ്ങനെ രക്തമൊലിച്ച് വളരെ പെയിൻഫുള്ളായിട്ടുള്ള ഒരു കാഴ്ചയാണത്. പക്ഷേ വീണ്ടും പുതിയ തൂവലുകളും കൊക്കും അതുപോലെ നഖങ്ങളെല്ലാം വരുന്നത് വരെ ഇവരിങ്ങനെ ഒളിച്ചിരുന്നിട്ട് ഈ പുതിയ നഖങ്ങളും കൊക്കും എല്ലാം മുളച്ചു വന്നു കഴിയുമ്പോൾ ആ മറവിൽ നിന്നും പുറത്തേക്ക് വരും, മുൻപത്തേക്കാൾ വളരെ ഉയരത്തിൽ പറക്കാനുള്ള ശക്തിയോടെ. ഇവിടെ നമുക്കുള്ള മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, നമ്മളും നമ്മുടെ അതായത് വല്ലപ്പോഴുമെങ്കിലും നമ്മുടെ പഴഞ്ചൻ സ്വഭാവങ്ങൾ അത് നമുക്ക് പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും നമ്മൾ ഉപേക്ഷിക്കണമെന്നാണ്. അങ്ങനെ ആ ഉപേക്ഷിക്കാതിരുന്നാൽ അത് നമുക്ക് ചിലപ്പോൾ അതിനൊരു മൂല്യം ഉണ്ടാവില്ല ലൈഫിൽ. അതുപോലെ തന്നെ അവ ഒരു ഭാരമായിട്ട് നമുക്ക് തോന്നിയേക്കാം എന്നാണ്. നമുക്കും ഒരു കഴുകനാവാൻ ശ്രമിക്കാം. ശവം കൊത്തിവലിക്കുന്ന കഴുകനല്ല, ഇതുപോലെ ലീഡർഷിപ്പ് ക്വാളിറ്റീസുള്ള കഴുകനാകാൻ ശ്രമിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാമെന്ന് പ്രത്യാശിക്കാം, കേൾക്കാമെന്ന് പ്രത്യാശിക്കാം.